അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ 18ാമത്തെ ദിവസത്തിലൂടെയാണ് നാം ഏവരും കടന്നു പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മളിലേക്ക് കടന്നു പോവുകയാണ്. നമ്മൾ നിന്നിങ്ങനെ സമയം ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇപ്പോഴും ചില ആളുകൾ നിസ്കാരം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇബാദത്തിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടില്ല. അവരുടെ സമയം അവർ നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടില്ല. ഞാനൊരു മനോഹരമാകുന്ന ചരിത്രം പറയുകയാണ്. ഒരിക്കലും ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ, രാവിലെ സുബഹിക്ക് ഇമാമ് നിൽക്കാൻ പോകുമ്പോൾ പള്ളിയുടെ ഒരറ്റത്ത് ഒരു പ്രിയപ്പെട്ട പാവപ്പെട്ട ഒരു പ്രായമുള്ള ഉപ്പ നിസ്കരിക്കാതെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. ളുഹറിനും ഉമർ തങ്ങൾ ആ ഉപ്പയെ കാണുകയാണ്. അസറിനും കണ്ടു, മഗ്രിബിനും കണ്ടു, ഇശാക്കും കണ്ടു. ഈ 5 വക്തത്തിനും ആ പാവപ്പെട്ട ഉപ്പ നിസ്കരിക്കാതെ കുനിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യം വന്നു. ഉമർ തങ്ങൾ സുബ്ഹാനല്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പള്ളിയുടെ മൂലക്ക് ആ ഭാഗത്തേക്ക് കടന്നു ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ ഊരിപ്പിടിച്ച വാളെടുത്തിട്ട് ഈ ഉപ്പയെ വെട്ടാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു ചെല്ലുന്ന സമയത്ത് ഉമർ തങ്ങൾ വാളെടുത്ത് വെട്ടാൻ പോയപ്പോൾ ഈ ഒരു ഉപ്പ സുബ്ഹാനല്ലാഹ് ഒരു പക്ഷിയായിട്ട് ആകാശത്തേക്ക് പറന്നുപോയി. ഉമർ തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിസ്കരിക്കാതെയാണല്ലോ പറന്നു പോകുന്നത്. ഉമർ തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്പെടുത്തിട്ട് അതിലേക്ക് വില്ലിങ്ങനെ കൊടുത്തിട്ട് ഇതിങ്ങനെ പായിച്ചു. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാശത്ത് നിന്നൊരു അശരീരി ഇങ്ങനെ കടന്നു വന്നിട്ട് പറയുന്നു, ഉമറേ, അത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി കടത്തിവിട്ട ഒരാളാണ്. അത് സ്വർഗത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു വിട്ട ഒരു പക്ഷിയാണ്. അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. ഉമർ തങ്ങൾ പറയുകയുണ്ടായി, പടച്ചവനെ, അള്ളാഹുവെ, ആരാണെങ്കിലും നിസ്കരിക്കാത്ത ഒരാളെപ്പോലും നീ എൻ്റെ ചാരത്തേക്ക് നീ അയക്കല്ല റബ്ബെ, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് ഖത്താബിൻ്റെ മകനാകുന്ന ഉമർ തങ്ങൾ പറയുകയാണ്. ഈ ചരിത്രം പറയണത് ഈ റമളാൻ മാസത്തിൽ പോലും ചില ആളുകളുണ്ട്, അത്താഴം എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിച്ചിട്ട് സുബഹി നിസ്കരിക്കാതെ മാറിക്കിടന്നുറങ്ങും. ഒരിക്കലും ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ ഒരാളുടെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇമാമ് നിൽക്കാൻ പോകുമ്പോൾ ആ മയ്യത്തിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ശരീരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനക്കം ഇങ്ങനെ കടന്നു വന്നു. ബഹുമാനപ്പെട്ട ഉമർ തങ്ങളെ വിളിച്ചു. ഉമർ തങ്ങളെ വിളിച്ചപ്പോൾ ഉമർ തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കഫം പുടവ ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു പാമ്പ് ഇങ്ങനെ കെട്ടി മുറുക്കി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഉമർ തങ്ങൾ, അള്ളാഹുവെ, ഒരു വാളെടുത്തിട്ട്, ഒരു കടാര എടുത്തിട്ട് ഈ പാമ്പിനെ കൊല്ലാൻ പോകുന്ന സമയത്ത് ഈ പാമ്പ് അശരീരി പുറപ്പെടുകയുണ്ടായി. ഈ പാമ്പ് ഒച്ചയിടുകയുണ്ടായി. എന്നിട്ട് പറയുകയുണ്ടായി, ഉമറേ, ഞാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കടന്നു വരുന്ന പാമ്പാണ്. ഞാൻ എന്തിനാണ് കടന്നു വന്നതെന്നറിയോ? ഈ മരണപ്പെട്ട് കിടക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു വക്കത്ത് പോലും പടച്ചവൻ്റെ പള്ളിയിൽ കയറാത്ത ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. എന്നെ കൊല്ലാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ തങ്ങളോട് ആര് പറയുകയുണ്ടായി? ഒരു സർപ്പം പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ ആ പാമ്പിനെ ചുറ്റി വെച്ചുകൊണ്ട് തന്നെയാണ് ഖബറടക്കിയതെന്ന് ചരിത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ രേഖപ്പെടുത്തുമ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരം ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ 5 വക്ത് നിസ്കരിക്കാതെ തറാവീഹ് നിസ്കരിച്ചിട്ട് കാര്യമില്ല. പലർക്കും അറിയില്ല, ഇശാ നിസ്കരിച്ചതിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന് തറാവീഹിനേക്കാൾ പ്രതിഫലമാണ്. പക്ഷേ അതുപോലും ശ്രദ്ധിക്കാതെ ചില ആളുകളുണ്ട്, ഇശാ നിസ്കരിക്കും, സലാം വീട്ടും, റോഡിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കും, എന്നിട്ട് തറാവീഹ് നിസ്കരിക്കും, അതിനിടയിലുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാതെ. പാടില്ല. ആ തറാവീഹിനേക്കാൾ പ്രാധാന്യമുള്ള നിസ്കാരമാണ്, സുന്നത്ത് നിസ്കാരമാണ് ഇശാക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം എന്ന് പറയണത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയണത്, ആ പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കണം. ആ റമളാൻ മാസത്തിൽ നമ്മൾ ആ നിസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ ചിട്ടയായി കൊണ്ടുപോയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങളിൽ റമളാൻ കഴിഞ്ഞാലും നമുക്ക് ആ പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരങ്ങൾ മുറുകെ പിടിക്കാൻ കഴിയും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൾ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ആ പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഉമർ തങ്ങൾ പറയുകയുണ്ടായി, ജമാഅത്ത് നിസ്കരിക്കാത്തവരെ കത്തിച്ച് കളയണമെന്ന് പോലും ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ ആഗ്രഹിച്ചെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ആ പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ നന്മകൾ ചെയ്യണം. അത് ഇബാദത്തിലൂടെ നന്മകൾ ചെയ്യുന്ന പ്രതിഫലത്തിൻ്റെ ഒരു കരഗതമാക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.